ഇപ്പോൾ അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ ആ കല്ലിൽ എൻ്റെ വാഹനം കയറ്റി കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇതേ ഇപ്പോൾ ഈ കല്ലിലേക്ക് എൻ്റെ വാഹനത്തിൻ്റെ ടയർ ഇതേ കയറി ടക്കേന്ന് പറഞ്ഞ് കയറി കണ്ടോ. അപ്പോൾ അത് കയറിയത് എനിക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഞാൻ ഇപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ഒരു വില്ലേജ് റോഡിലാണ്. വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വില്ലേജ് റോഡിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. ഈ കൺഫ്യൂഷൻ വരുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, വില്ലേജ് റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ റോഡിന് വീതി കുറവുള്ളത് കൊണ്ട് തന്നെ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എതിരെ വരുന്ന വാഹനത്തിന് വില്ലേജ് റോഡിൽ സൈഡ് കൊടുക്കാനായിട്ട് പലർക്കും അറിയത്തില്ല. ഒന്നെങ്കിൽ സൈഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ വലത് സൈഡ് തട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഒന്നെങ്കിൽ വലത് സൈഡ് മുൻവശം തട്ടാം, അല്ലെങ്കിൽ വലത് സൈഡ് ബാക്ക് സൈഡ് തട്ടാം. കുറച്ച് വാഹനം മുന്നോട്ട് പോയതിനു ശേഷമായിരിക്കും തട്ടുന്നത്. ചിലപ്പോൾ റോഡിന്റെ ഇടത് സൈഡിൽ കുഴികളുണ്ടെങ്കിൽ നമ്മുടെ വാഹനം റോഡിന് വെളിയിലേക്ക് ഇറക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഡ്രൈവിങ്ങിൽ പലപ്പോഴും തുടക്കക്കാർക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ഇടത് സൈഡ്, വലത് സൈഡ്, വണ്ടിയുടെ ബാക്ക് സൈഡ്, വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ് നീളം എങ്ങനെ മനസ്സിലാക്കി പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഒരു ഉദാഹരണ സഹിതം ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. നമ്മൾ വില്ലേജ് റോഡിൽ ഓടിക്കുന്ന സമയത്ത് ചില വില്ലേജ് റോഡ് ഭയങ്കര ഇടുങ്ങിയ റോഡുകളുണ്ടായിരിക്കും. രണ്ട് സൈഡിൽ മതിൽ കാണും. അപ്പം നമുക്ക് രണ്ട് വാഹനങ്ങൾക്ക് പോകാനായിട്ടുള്ള കഷ്ടി സ്പേസേ വരത്തുള്ളൂ. അങ്ങനെയുള്ള റോഡിൽ നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ പ്രധാനമായിട്ട് ഇതിന് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിറർ നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ വണ്ടിയുടെ വീതി കണക്ക് കൂട്ടുമ്പോൾ നോക്കണം. വലത് സൈഡിലെ മിററും ഇടത് സൈഡിലെ മിററിൻ്റെ വീതിയും കൂടെ നമ്മൾ നോക്കണം. അല്ലാതെ നമ്മളുടെ വാഹനത്തിൻ്റെ എ പില്ലർ ഈ ഒരു ഭാഗം മുതൽ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു എ പില്ലർ വരെ ഉള്ളത് മാത്രമല്ല നമ്മൾ കണക്കിലെടുക്കേണ്ടത്. നമ്മളുടെ വണ്ടിയുടെ വലത് സൈഡിലെ ടയർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ വാഹനത്തിൻ്റെ എ പില്ലറിനോട് ചേർന്ന്, അതായത് ഈ ഒരു റൈറ്റ് സൈഡിൽ ഈ എ പില്ലറിനോട് ചേർന്ന് നമ്മൾ ആക്സിലറേറ്റർ പെഡൽ കൊടുക്കുന്നത് ആ ഒരു ഭാഗത്താണ് വലത് സൈഡിലെ ടയർ വരുന്നത്. ഓക്കെ, അപ്പോൾ വലത് സൈഡിലെ ടയർ അവിടെ ജഡ്ജ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിലേക്കുള്ള നീളവും മനസ്സിലാക്കുക. അപ്പോൾ ഇടത് സൈഡിലെ ടയർ എവിടെയാണ് വരുന്നത്? ഇടത് സൈഡിലെ ടയർ വരുന്നതും നമ്മളുടെ വാഹനത്തിൻ്റെ എ പില്ലറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തെ എൻഡിൽ ഏറ്റവും താഴെയായിട്ട് നമ്മൾ കാല് വെക്കുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മളുടെ വണ്ടിയുടെ ഇടത് സൈഡിലെ ടയർ വരുന്നത്. എന്നാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെയും നോക്കിക്കൊണ്ട് മാത്രമല്ല നമ്മളുടെ ജഡ്ജ്മെന്റ് വരേണ്ടത്. ഇവിടെയും നോക്കണം. ഒപ്പം തന്നെ ലെഫ്റ്റും റൈറ്റും മിററിന്റെ വീതിയും കണക്ക് കൂട്ടണം. ഒപ്പം തന്നെ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചു. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇതേ വാഹനം ഇവിടെ എടുക്കുകയാണ്. ഇത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഞാൻ വാഹനം എടുത്തിട്ട് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ഞാൻ ചേർക്കാൻ പോകണം. നിങ്ങൾ നോക്കുക, റോഡിന്റെ പരമാവധി ലെഫ്റ്റ് ഞാൻ കോർണർ ചേർക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, എൻഡ് ചേർത്ത് ഓടിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി കറക്റ്റ് എൻഡ് ചേർന്നാണ് പോകുന്നത്. എൻഡ് ചേർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ എൻഡ് ചേർന്ന് ആ കട്ടിങ് ചേർന്നാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഈ കട്ടിങ് ഇങ്ങനെ ചേർന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് എതിരെ വരുന്ന വാഹനത്തിന് പ്രോപ്പറായിട്ട് പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ ആ കല്ലിൽ എൻ്റെ വാഹനം കയറ്റി കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇതേ ഇപ്പോൾ ഈ കല്ലിലേക്ക് എൻ്റെ വാഹനത്തിൻ്റെ ടയർ കയറി ടക്കേന്ന് പറഞ്ഞ് കയറി കണ്ടോ. അപ്പോൾ അത് കയറിയത് എനിക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വാഹനത്തിൻ്റെ സെൻറ്റർ ഏരിയ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഏകദേശം, അതായത് ഈ ഒരു ഏരിയ വെച്ചിട്ട് നമ്മൾ വണ്ടിയുടെ ലെഫ്റ്റ് ഏരിയ ജഡ്ജ് ചെയ്യണം. അതായത് എൻ്റെ കൈ ഇവിടുന്ന് വെച്ചത് നിങ്ങൾ നോക്കുക, ആ റോഡിൻ്റെ എൻഡും എൻ്റെ കൈയുടെ ഈ ഒരു ലെവലും സ്ട്രെയിറ്റ് ആണ്. അപ്പം ഞാൻ അവിടെ ഒരു കല്ല് കടന്നപ്പോൾ ആ കല്ലെ കയറ്റിയെന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വെച്ച് നോക്കിയിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇതേ വാഹനം എടുത്ത് കാണിച്ചാൽ ഇതേ ഇപ്പം ലെഫ്റ്റ് ചേർന്ന് പോവുകയാണ്. നമുക്ക് പരമാവധി നമ്മുടെ വണ്ടി ഇടത് ചേർന്ന് പോകണം. എതിരെ ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഓടിക്കണം. ഇപ്പം കണ്ട് ഇവിടെ ചെറിയൊരു പൊടി പോലെയുള്ള ഏരിയ ഉണ്ട്. ആ എൻഡ് ചേർന്ന് എൻ്റെ വാഹനം വരികയാണ്. അപ്പം നമുക്ക് എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പരമാവധി നമ്മൾ ലെഫ്റ്റിലേക്ക് ഒതുക്കുകയാണ്.
ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം വില്ലേജ് റോഡ്, അതായത് ഇതുപോലെയുള്ള വില്ലേജ് റോഡിൽ നമുക്ക് എതിരെ വരുന്ന ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ റോഡിൻ്റെ എൻഡ് ചേർന്ന് ആ റോഡിൻ്റെ എൻഡ് കട്ടിങ് മാത്രമാണ് നോക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ റോഡിന് വീതി കുറവാണെന്ന് കരുതുക, അതായത് വീതി നമുക്ക് തീർത്തും കുറവാണ്, ഇത്രയും പോലും വീതി ഇല്ലാത്ത ഒരു റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് വലത് സൈഡിലൂടെ ഒരു വണ്ടി വന്നു. അപ്പം വലത് സൈഡിലൂടെ വരുന്ന വണ്ടിക്ക് കയറിപ്പോണം, നമ്മുടെ വണ്ടി നമുക്ക് സൈഡ് ഒതുക്കി കൊടുക്കണം, അല്ലെങ്കിൽ കയറിപ്പോണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാഹനത്തെ ഒതുക്കേണ്ടത്? അതിന് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഈ ജഡ്ജ്മെന്റ് മെത്തേഡ് നമ്മൾ സൈഡിൽ കാണുന്ന ആ കെട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ആ പുല്ലായിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ട് നമ്മുടെ വാഹനം നമ്മൾ ചേർക്കുകയാണ്. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചാൽ ഇതുണ്ടോ, ഇതേ പരമാവധി ഞാനിത് ഈ ഒരു സൈഡ് വെച്ചിട്ട് എൻ്റെ വാഹനത്തിൻ്റെ എൻ്റെ ഇതേ ഇപ്പം ഈ ഒരു സൈഡിൽ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഒരു സൈഡിലേക്ക് പരമാവധി ഞാൻ ചേർത്തു. നിങ്ങൾ നോക്കുക, പരമാവധി ഞാൻ ഈ ലെവൽ വെച്ച് ചേർത്തു. ഇതേ ഇപ്പം എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ഈ സൈഡിലുള്ള ഭിത്തിയോട് ചേർന്നാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ജഡ്ജ്മെന്റ് ഇങ്ങനെ പ്രോപ്പറാക്കി വെച്ചതിന് ശേഷം അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് മിറർ തട്ടുമെന്ന് നോക്കണം. സൈഡിൽ ചിലപ്പോൾ കല്ല് കാണാം, ചിലപ്പോൾ ഇതുപോലെ ചെറിയ കാടുകൾ കാണാം, അവിടെ തട്ടുമെന്ന് നോക്കണം. എന്നിട്ട് എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്ക് ഒന്നെങ്കിലും ഒതുക്കി കൊടുക്കാം. ഈ ഇടുങ്ങിയ റോഡിൽ അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ രണ്ട് വണ്ടിക്ക് ഒരിക്കലും കയറി പോകാനായിട്ട് കഴിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് ഇങ്ങോട്ട് ഒതുക്കി കൊടുക്കുന്നു. ഇതുപോലെ ഒതുക്കി നമ്മളിവിടെ സൈഡ് ഒതുക്കി കൊടുക്കുന്നു. സൈഡ് ഒതുക്കി കൊടുത്തതിന് ശേഷം പിന്നെയാണ് എതിരെ വരുന്ന വണ്ടിക്കാരൻ്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. എതിരെ വരുന്ന വണ്ടിക്കാരൻ എപ്പോഴും നമ്മളുടെ ഈ എ പില്ലറിന്റെ പുറത്തായിരിക്കും കാണുന്നത്. അതായത് ഇപ്പം അവിടുന്ന് വരുന്ന വാഹനം കണ്ടില്ലേ, അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിന് പുറത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അവർ വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് കാണുന്നതെങ്കിൽ, അതായത് ഈ ഒരു ഏരിയയിലാണ് അവർ വരുന്നത് കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി ഇടിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സൈഡ് കൊടുക്കുമ്പം നിങ്ങൾ പ്രധാനമായിട്ട് അത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഓടിച്ചു വരുമ്പോൾ ഒരു വണ്ടി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനുള്ളിലാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് പിടിച്ച് വണ്ടി നിങ്ങൾ ഇടത് സൈഡിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പം നിങ്ങളെ എതിരെ വരുന്ന ഒരു വാഹനം തട്ടത്തില്ല. എന്നിട്ട് എതിരെ വരുന്ന വാഹനം ഇത് കവർ ചെയ്ത് പ്രോപ്പറായിട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ വാഹനത്തിൽ ഒരിക്കലും തട്ടത്തില്ല. പക്ഷേങ്കിൽ എതിരെ വരുന്ന ഡ്രൈവറിന് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ വലത് സൈഡ് ജഡ്ജ്മെന്റ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഇപ്പം നോർമൽ കണ്ടീഷനിൽ വണ്ടി ഓടിക്കുകയാണ്. നമ്മൾ ഇടത് ഒത്തിരി ഒന്നും ചേർന്നില്ല, ഒരു മീഡിയം ലെവലിൽ ചേരുന്നു. ഇപ്പോൾ എതിരെ ഒരു വാഹനം വന്നപ്പം ഞാൻ എൻ്റെ വണ്ടി ഇടത് സൈഡിലേക്ക് ചേർത്തു. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള എ പില്ലറിന് വെളിയിൽ ഈ ഒരു വാഹനം വന്നു. ആ ഒരു വാഹനം വളരെ ഈസി ആയിട്ട് കവർ ചെയ്തു പോയി. ഇനി നമ്മൾ ഏതൊരു വാഹനം വന്നു കഴിഞ്ഞാലും പ്രോപ്പറായിട്ടുള്ള ഈ ഒരു ജഡ്ജ്മെന്റ് മെത്തേഡ് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇപ്പോൾ ഇതുണ്ട്, ഇതിന് പുറത്താണ് മറ്റൊരു വാഹനം വരുന്നത്, കണ്ടില്ലേ? ഇപ്പോൾ ഇതിന് പുറത്ത് അടുത്തൊരു വാഹനം വന്നു, അത് കവർ ചെയ്തു പോയി. അപ്പോൾ ഈ മെത്തേഡ് ആയിരിക്കണം നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ, റൈറ്റ് സൈഡിലെ ടയർ, ഒപ്പം തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിററിൻ്റെ വീതി, ഈ ഒരു വീതി പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുക. നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡിലോ പ്രോപ്പറായിട്ട് തട്ടാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ആവേശത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമല്ല, നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.